കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല പ്രഭാതത്തിൽ ദൈവവചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ സർവശക്തനായിരിക്കുന്ന ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള ഭാഗ്യം വീണ്ടും ദൈവം നമുക്ക് ഒരുക്കിയതിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മന്ന വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണല്ലോ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വെളിപ്പാട് പുസ്തകം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വാഗ്ദത്തം നിറഞ്ഞതായിരിക്കുന്ന ഒരു പുസ്തകമാണ്. തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ പ്രതിഫലത്തെ അവിടെ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രാജാതി രാജാവും കർത്താതി കർത്താവുമായി വെളിപ്പെടാൻ പോകുന്നതായിരിക്കുന്ന ആ കർത്താവിനെ കീർത്തിച്ചുകൊണ്ട് എഴുതപ്പെട്ടതായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം. യോഹന്നാൻ തൻ്റെ ദർശനത്തിൽ കാണുന്നതായിരിക്കുന്ന ആ സത്യങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായിരിക്കുന്ന കാര്യാദികളെയാണ് വെളിപ്പാട് പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത്. ആയതുകൊണ്ട് നമുക്ക് അല്പസമയം പ്രാർത്ഥനയോടുകൂടെ ഈ പുസ്തകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ ഒരു വീണ്ടെടുപ്പിൻ്റെ, ഒരു വീണ്ടും ജനനത്തിൻ്റെ, ഒരു പുനരുത്ഥാനത്തിൻ്റെ ഏറ്റവും ദൈവത്തിന് സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടതായ നിമിഷങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ കടന്നുപോയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഊതിക്കഴിച്ചിരിക്കുന്നതിൻ്റെ അഗ്നി എന്നുള്ളതാണ്. ആ ഭാഗത്തിന് ആധാരമാക്കി ഒരു വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 18-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിപ്പെടുവാതിരിക്കവണ്ണം ധരിച്ചുകൊണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുകയും ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹീതമാകുന്നതായ ഒരു തിരുവചനമാണ് ഇവിടെ നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്. ലബോദിക്ക സഭയെപ്പറ്റി, ഈ ലബോദിക്ക സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം കൊലോസ്യ പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 12 മൈൽ ദൂരെ സ്ഥിതി ചെയ്യുന്നതായ ഒരു പട്ടണമാണ്. അവിടുത്തെ മെയിൻ കച്ചവടം അഥവാ വ്യാപാരം എന്ന് പറയുന്നത് കമ്പിളി വ്യാപാരമാണ്. ഈ കമ്പിളികൾ ഉണ്ടാക്കേണ്ടതിന് നെയ്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി അനേക ആടുകളെ അനേക ആടുമാടുകളെ വളർത്തി അങ്ങനെ സമ്പന്നരായി ബിസിനസ് നടത്തുന്നതായിരിക്കുന്ന ഒരു പട്ടണമാണ്. സിറിയൻ രാജാവായിരിക്കുന്ന അന്ത്യോക്യയിലെ ഈ പട്ടണം പണി കഴിപ്പിച്ചത് ദൈവത്തിന് സ്തോത്രം സിറിയയിലെ രാജാവായിരുന്നു. അതിമനോഹരമായി ഈ പട്ടണം പണി കഴിപ്പിച്ച് ആ പട്ടണത്തിന് സിറിയ എന്നുള്ള പേര് ഇട്ടത് കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ആ പട്ടണം അറിയപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നതായ കാലയളവിലാണ് ലവോദിക്ക സഭയെപ്പറ്റി ദൈവത്തിന്റെ ദർശനം അവിടെ ഉണ്ടാകുന്നത്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭയെപ്പറ്റി വളരെ പരാമർശമായിട്ട് അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓരോ സഭയെപ്പറ്റിയും സംസാരിച്ചിട്ടുണ്ട്. അതിലൊരു സഭയാണ് ലബോദിക്ക സഭ. ലബോദിക്ക സഭക്ക് ഇങ്ങനെ പറയുന്നത്, അവരെ കുറവുകളെ അവർ കാണുന്നില്ല, അവരെ ബലഹീനതയെ അവർ കാണുന്നില്ല. അവിടെ ആരാധനയും പാട്ടും മറ്റുള്ളതായിരിക്കുന്ന എല്ലാ കാര്യാദികളുമുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ സമ്പന്നനാകേണ്ടതിന്. അവരുടെ ചിന്ത അവർ സമ്പന്നരാണ്, എനിക്കൊന്നിനും ഒരു കുറവില്ല, എനിക്കെല്ലാം തികഞ്ഞതാണ് എന്നുള്ളതായിരിക്കുന്ന ഭാവം അവരെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പറയുന്നു, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഒരു പരിശോധന, ഒരു ശുദ്ധീകരണം അവിടെ ആ സഭയ്ക്ക് വേണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നാം എല്ലാം തികഞ്ഞവരാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നോക്കുമ്പോൾ അവിടെ നാം കുറവുള്ളവരാണ്. അവിടെ നീ സമ്പന്നനാകേണ്ടതിന് എങ്ങനെയുള്ള സമ്പന്നത, എങ്ങനെയുള്ളതായിരിക്കും സമ്പന്നതയാണ് നാം ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആത്മാവിൽ ദരിദ്രരല്ല, ആത്മാവിൽ സമ്പന്നരാകേണ്ടതിന്. അതിനുവേണ്ടിയാണ് സമ്പത്ത്, സ്വർഗീയമാകുന്ന സമ്പത്ത്, സ്വർഗീയമായ നന്മ, സ്വർഗീയമായ ഭവനം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഊതിക്കഴിക്കുന്ന പൊന്നിന് അത് എപ്രകാരം വെളിയിലേക്ക് വരുന്നു അത്രമാത്രം ഭംഗിയുള്ളതായി തീരുവാൻ വേണ്ടിയാണ്. നഗ്നതയുടെ ലജ്ജ വെളിവാക്കാതെ വണ്ണം ധരിക്കണം വെള്ളവസ്ത്രം. ദൈവത്തിന് സ്തോത്രം. നമ്മളറിയാം, നമ്മൾ വസ്ത്രം ധരിക്കുന്നത് നഗ്നതയെ മാറ്റുവാനാണ്. ഏദൻ പർദീസയിൽ അപ്രകാരമായിരുന്നല്ലോ. ദൈവം അവർ പാപം ചെയ്തതോടുകൂടെ അവരുടെ ദൈവതേജസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ
അവർ അത്തിയില കൊണ്ട് അവർ വസ്ത്രമുണ്ടാക്കി, പക്ഷേ സൂര്യനെ ഉദിച്ചപ്പോൾ അത് വാടിപ്പോകുവാനിടയായി തീർന്നു. അവർ നഗ്നതയുടെ ആ ഒരു പാപത്തിന്റെ അനുഭവത്തിൽ കടന്നു വന്നവര് അവരുടെ നഗ്നതയെ മറയ്ക്കുവാൻ ദൈവതേജസ് അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ദൈവതേജസ് ഇല്ലാത്തവർ ദൈവസന്നിധിയിൽ നഗ്നരാണെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം, കാഴ്ച ലഭിപ്പാൻ. ദൈവത്തിന് സ്തോത്രം, നമുക്കെപ്പോഴും ഒരു വലിയ ഉൾക്കാഴ്ച, ഒരു ആത്മീക ദർശനം. നമുക്ക് ഈ പുറമെയുള്ള കണ്ണുകൊണ്ട് പലതും നമുക്ക് വീക്ഷിക്കാം, കാണാം, ആസ്വദിക്കാം, സന്തോഷിക്കാം. പക്ഷേ നമ്മുടെ ആത്മീക കണ്ണുകളെ ഒരു പ്രാവശ്യം തുറന്നു കഴിഞ്ഞാൽ നിന്റെ ജഡീകമാകുന്ന കണ്ണുകൾ അവിടെ അടയുവാനിടയായിത്തീരും. പിന്നെ നീ കാണുന്നത് സകലതും ആത്മീകമായിരിക്കുന്ന കാര്യാദികൾ മാത്രമേ. നീ മറ്റുള്ളിടത്തേക്ക് നിന്റെ ശ്രദ്ധ അവിടെ പോകത്തില്ല. ലബോദിക്ക സഭയ്ക്ക് വേണ്ട പൂർണ്ണതയിലേക്ക് വരുവാൻ കഴിയാത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ്, അത് ലേപം. നിങ്ങളുടെ കണ്ണിനെ എഴുതുവാൻ ലേപം, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പണം കൊടുത്ത്, കാശ് കൊടുത്ത് വാങ്ങട്ടെ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിനു മുമ്പ് നിങ്ങൾക്ക് രക്ഷയുടെ ദാനം എല്ലാം നിങ്ങൾക്ക് ദാനമായി തന്നുവെങ്കിലും അതിൽ നിന്ന് വ്യതിചലിച്ചു പോയതുകൊണ്ട് ഇപ്പോൾ നിന്നെ ഉൾക്കണ്ണുകളെ തുറക്കണമെങ്കിൽ ആ ലേപം, പരിശുദ്ധാത്മാവാകുന്ന ലേപം നിന്റെ കണ്ണിൽ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? നീ അവനോട് വാങ്ങണം. ദൈവത്തിന് സ്തോത്രം. നിന്നോട് ഞാൻ ബുദ്ധി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എപ്പോഴും ദൈവമക്കൾ എപ്പോഴും ബുദ്ധിയുള്ളവരായി തീരണമെന്നാണ് ലബോദിക്ക സഭയോട് പറയുന്നത്. ആ കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുവീൻ, അവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. എത്ര ബുദ്ധി അഥവാ എത്രമാത്രം ജാഗ്രതയോടുകൂടെ ഈ ഭൂമിയിൽ, അഥവാ പാപം നിറഞ്ഞ ഭൂമിയിൽ ഒരു ദൈവ പൈതൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, എത്ര വിശുദ്ധിയോടുകൂടെ അവൻ ധരിച്ചിരിക്കുന്ന ആ ഉടുപ്പ് മലിനമാകാതെ, ആ വെള്ളവസ്ത്രം മലിനമാകാതെ നാം കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ലബോദിക്ക സഭയ്ക്ക് വന്ന വീഴ്ച ഇങ്ങനെയാണ്, ഞാൻ എല്ലാത്തിലും തികഞ്ഞവൻ എന്നുള്ള ഭാവം. ആയതുകൊണ്ട് ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ തികഞ്ഞവരല്ല, നാം ദൈവസന്നിധിയിൽ കുറവുള്ളവരാണ്, ബലഹീനരാണ്. എങ്കിലും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? ക്രിസ്തുവിന്റെ തലയോളം വളരുക എന്നുള്ളതാണ്. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം, ഈ ലബോദിക്ക പട്ടണം ഒരു അനുഗ്രഹിക്കപ്പെട്ട പട്ടണമാണെങ്കിലും അതിനുള്ളതായിരിക്കുന്ന അനേക ജനങ്ങൾ അവർ തികഞ്ഞവരെന്നുള്ള ഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ വായിൽ നിന്ന് നിന്നെ എന്ത് ചെയ്യും? ഉമുന്നുകളയും. ദൈവത്തിന് സ്തോത്രം. ഒന്നിൽ ശീതവാൻ അല്ലെ ഉഷ്ണവാൻ, ഇത് രണ്ടുമാകുവാൻ ഒരിക്കലും കഴിയുകയില്ല. ദൈവമക്കളെ, ഈ നാളുകളിൽ നമുക്ക് ദൈവത്തിന്റെ ആ വിശുദ്ധ വചനം കേട്ടുകൊണ്ട് ആ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയനുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല വിശുദ്ധ ദിവസത്തിനായി സ്തോത്രം. ഏഴകളായിരിക്കുന്ന ഞങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ തന്നല്ലോ. ഞങ്ങളെപ്പോഴും ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായ ദൈവ തേജസ് നഷ്ടപ്പെടുത്താതെ, ഉടുപ്പ് ഞങ്ങൾ നല്ല നീതി പ്രവൃത്തിയുടെ ആ നല്ല ഉടുപ്പ് മലിനമാക്കാതെ ഞങ്ങൾ കർത്താവിന്റെ വരെ നിൽപ്പാനുള്ള കൃപ ജീവൻ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും സ്വർഗ്ഗം അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒരു നല്ല പ്രഭാതം ദൈവം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.